എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണി നമ്മൾ ചെയ്യുന്നത് ബസുമതി റൈസോ അല്ലെങ്കിൽ ജീരകശാല അരിയോ ഒന്നും വെച്ചിട്ടല്ല, റേഷൻ അരി വെച്ചിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഒട്ടും തന്നെ അരിയൊന്നും കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ബിരിയാണി വെച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കിലോ ചിക്കന് നല്ലപോലെ തന്നെ കഴുകി ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ മുതൽ 1.5 കിലോ വരുന്ന റൈസിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ല, പക്ഷേ ചിക്കൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു കളർ ഉണ്ടാവും. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലൊരു കോഴിമുട്ടയാണ്. മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മളൊരു സ്വല്പം പോലും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുട്ടയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ആയി വന്നോളൂ. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി നല്ലപോലെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുന്ന ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഇതിലേക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു മസാലയൊക്കെ ചിക്കനകത്ത് നല്ലപോലെ തന്നെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 30ഓളം, ഇതുപോലെ ചെറുതാണെങ്കിൽ ഒരു 30 എണ്ണം എടുത്താൽ മതി, വെളുത്തുള്ളിയാണ്. വലിയ എല്ലിയാണെങ്കിൽ നമ്മളൊരു 25 എണ്ണം വരെയൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഞാനൊരു 8 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട്. 8 പച്ചമുളക് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും പച്ചമുളക് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നമ്മൾ ഗ്രേവിയിലേക്ക് പിന്നെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ തരികൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലപോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേവി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 7 മീഡിയം വലിപ്പമുള്ള സവാള ഞാൻ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 4 നല്ല പഴുത്തിട്ടുള്ള തക്കാളി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു 1/4 കപ്പ് അളവിൽ പുതിനയിലയാണ്. അതുപോലെ തന്നെ 1 കപ്പ് അളവിൽ മല്ലിയില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പിന്നീട് നമ്മൾ ചിക്കൻ അങ്ങനെ വേവിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പം നമ്മൾ നല്ലപോലെ തന്നെ വേകുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണ നമുക്ക് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളോട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഒരു സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരുന്നിടം വരെ നമ്മൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാളയാണ്. നമ്മൾ 7 മീഡിയം വലിപ്പമുള്ള സവാള നീളത്തിൽ അരിഞ്ഞിട്ടെടുത്തിരുന്നു. കുറച്ച് സവാള നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. വലിയ സവാളയാണെങ്കിൽ നമ്മൾ 7 എണ്ണം എടുക്കേണ്ട ആവശ്യമില്ല. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്ക് സവാള ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സവാള നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. സവാള ഇതുപോലെ നന്നായിട്ട് ഈ ഒരു പരുവത്തിന് നമുക്ക് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. തക്കാളി നല്ലപോലെ തന്നെ ഉടഞ്ഞ് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വഴണ്ടി കിട്ടണം. അതുവരെ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ തക്കാളിയും ചേർത്ത് നല്ലപോലെ തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളിയുടെ ഒരു പച്ചച്ചൊവയൊക്കെ മാറി വരുന്നതിന് വരെ നന്നായിട്ട് തന്നെ നമ്മളൊന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ്. ആദ്യം നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഹോം മെയ്ഡോ അഥവാ പുറത്തുനിന്ന് വാങ്ങിച്ചാണെങ്കിലും കുഴപ്പമില്ല. 1/4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്കിനി ഇതിലേക്ക് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ നമുക്കിതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടികളെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. തൈര് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കി മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇതിലൊരു സ്വല്പം പുളിയുടെ ഒരു കുറവും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടി ചേർത്തൊന്ന് ഇളക്കുകയാണ്. നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. ആ ഒരു മസാലയൊക്കെ ചിക്കനകത്ത് നന്നായിട്ട് തന്നെ ആകാൻ വേണ്ടിയിട്ട് 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക കേട്ടോ. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബിരിയാണിക്കുള്ള നമ്മുടെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു അരി വെക്കുന്നത് ബസുമതി റൈസോ ജീരകശാല അരിയൊന്നും വെച്ചിട്ടല്ല, ഈ ഒരു റേഷൻ ചാക്കരി വെച്ചിട്ടാണ്. അരിയിൽ എന്തെങ്കിലും കരടുകളോ അല്ലെങ്കിൽ കറുത്ത അരിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട്, അതായത് 250 ml ഈ ഒരു കപ്പിൽ 5 കപ്പ് അളവിൽ റേഷൻ അരിയാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നിങ്ങളൊരു 5 ഗ്ലാസ് അരി എടുത്താൽ മതി. 1 കിലോ റൈസ് മുതൽ ഒരു 1.5 കിലോ റൈസ് വരെ നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. അരി നല്ല പോലെ തന്നെ കുറച്ച് തവണ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. റേഷൻ അരി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയത്ത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കരുത് കേട്ടോ. മാക്സിമം നമ്മളൊരു 10-15 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. റേഷൻ അരി നമ്മളിതുപോലെ കുതിരാൻ വെക്കുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാരങ്ങ നീര് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു നാരങ്ങയുടെ തൊണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അരി ഒരു 10 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇതുപോലെ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സവാള ഇതുപോലെ നന്നായിട്ടിരുന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റുകയാണ്. ഈ ഒരു ഓയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഈ ഒരു ഓയിലേക്ക് ഇനി നമുക്കൊരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു 4 ഏലക്കായും ഒരു 2 ഈ ഒരു വലിപ്പമുള്ള കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ചെറിയ ബേ ലീവ്സും ഈ ഒരു വലിപ്പമുള്ള ഒരു തക്കോലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് കുതിരാൻ വെച്ചിരുന്ന അരിയെ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് വെള്ളം തോർന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമുക്കിത് ചെറിയതായിട്ട് അരി ഒന്ന് വറുത്തിട്ടെടുക്കേണ്ടതാണ്. ഇതുപോലെ നമ്മൾ റേഷൻ അരി ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ബിരിയാണി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അരി ഒന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും കേട്ടോ. അരി നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഫ്രൈ ആയി വന്നൊന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയതായിട്ട് അരിനകത്ത് കിടന്നൊന്ന് പൊട്ടാൻ തുടങ്ങും. ഒരുപാട് ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകുന്നതിന് വരെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഒരു 2-3 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ഇളക്കുമ്പോഴത്തേക്കും തന്നെ അരി നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ അരി ഇവിടെ നിന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. നല്ല തിളച്ച് കിടക്കുന്ന നല്ല ചൂട് വെള്ളം തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
അതുപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറിനൊക്കെ ചെയ്യുന്ന പോലെ അരി വറ്റിച്ചിട്ടല്ല കേട്ടോ വേവിച്ചിട്ടെടുക്കുന്നത്. കുറച്ചേറെ തന്നെ നമ്മൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരി നമുക്ക് കറക്റ്റ് പാകമായി വരുമ്പോഴത്തേക്കും അരി ഒരു അരിപ്പിലേക്ക് ഊറ്റിയിട്ടെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണിക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, ഒരുപാടല്ല. എങ്കിലും നമുക്ക് ചോറ് വെന്ത് വരുന്ന സമയത്ത് കറക്റ്റ് ഒരു ഉപ്പ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ലപോലെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് അരി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അരി നമ്മൾ വേവിച്ചിട്ടെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അരി നല്ല വിട്ട് കിടക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു 95% നമ്മളൊന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിൽ വെക്കുന്ന ആ ഒരു സമയത്ത് വെന്ത് കിട്ടുന്നതാണ്. ഇതുപോലത്തെ ചെറിയ റേഷൻ ചാക്കരി ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അരി വെന്തങ്ങ് ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അരി ഒരു 95% വേവാകുമ്പോഴത്തേക്കും ഇതിലൊരു അരിപ്പത്തവി കൊണ്ട് കോരി അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റ് അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം കളഞ്ഞിട്ട് എടുക്കുകയോ ചെയ്യുക. ഇതിപ്പോൾ അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചോറ് ഒരു അരിപ്പയിലേക്ക് ഊറ്റി ചോറിൻ്റെ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ദമ്മിൽ വെക്കാം. ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക. അതിലേക്കൊരു സ്വല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് 2 ലെയറാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ്റെ മസാല പകുതി ഇതിലേക്ക് ആദ്യം തന്നെ വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ മസാല ഇതുപോലെ പകുതി ഫുള്ളൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ചോറും പകുതി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതുപോലെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടെ കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു പകുതി ക്യാരറ്റ് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുത്താണ്, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. സ്വല്പം മാത്രം പുതിനയിലയും മല്ലിയിലയും കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന് കലക്കിയിട്ടെടുത്താണ്. അതും കൂടെ നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2 നുള്ളു ബിരിയാണി മസാലയും കൂടെ ഒന്ന് വിതറി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണ്. പൈനാപ്പിൾ എസൻസ് ഒരു 3-4 ഡ്രോപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടായി പോകരുത്, ഒരുപാടായി പോയാൽ ഒരു കുത്തലുണ്ടാവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ ലെയർ ആ ഒരു ചിക്കനും കൂടെ ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ഒരു ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ചേരുവകളെല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. ആ ഒരു ഫ്രൈ ചെയ്ത സവാളയും കാഷ്നട്ടും ഉണക്കമുന്തിരിയും പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ബിരിയാണി മസാലയും 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഒരു 1/4 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പാലിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്തും കൂടെ കുറച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നിന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ മൈദ കുഴച്ചിട്ട് ഇതിന്റെ സൈഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ദമ്മിൽ വെക്കാം. ദമ്മിൽ നമ്മളിത് ഡയറക്റ്റ് അല്ല അടുപ്പിലേക്ക് വെക്കുന്നത്. ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ ചൂടായിട്ട് എടുക്കുന്ന ഈ ഒരു പാത്രത്തിന്റെ മുകളിലേക്ക് വേണം നമ്മൾ ബിരിയാണിയുടെ ഒരു പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് ദമ്മിൽ വെച്ചാൽ മതി. ഇതിൻ്റെ മുകളിലേക്കും ആ ഒരു റൈസിലേക്കൊക്കെ നന്നായിട്ട് ഇരുന്ന് ആവി കയറണം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ഇരുന്ന് നന്നായിട്ട് ആവി കയറിയതിന് ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റേഷൻ അരി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അരിയൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും നല്ല സൂപ്പറാണ് കേട്ടോ. ബസുമതി റൈസ് ജീരകശാല അരിയൊക്കെ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഈ റേഷൻ ചാക്കരി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ബിരിയാണി വെച്ച് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൻ്റെ കൂടെ ഇതുപോലെ നല്ലൊരു സലാഡും പപ്പടവും കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റേഷൻ അരി വെച്ചിട്ടുള്ള ചിക്കൻ പൊരിച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.